ഹലോ. അപ്പോൾ ഇന്ന് ഈസ്റ്ററിൻ്റെ തലേന്നുള്ളൊരു വീഡിയോ ആണ്, ദുഃഖ ശനിയാഴ്ചത്തെ. അപ്പോൾ ഇന്ന് കറി വെക്കാൻ വേണ്ടി പറമ്പിൽ തന്നെ ഉള്ളൊരു കുറച്ച് പയറുണ്ട്. അപ്പോൾ അത് പറിച്ച് കറി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടി ഇറങ്ങിയേക്കുവാണ് ഞാനും മമ്മി. അപ്പോൾ ഈ പയറെന്ന് പറയുന്നത് പൊളിക്കുന്ന പയറാണ്, പൊളിച്ച് മണിമണിയായിട്ട് കറി വെക്കുന്ന പയറാണ്. അപ്പോൾ അത്യാവശ്യം കൃഷിയൊക്കെ ഇപ്പോൾ ഇവിടെ പറമ്പിലുണ്ട്. ഇതാണ് നീറ്. ഈ സാധനത്തെ തട്ടിയിട്ട് ഈ പറമ്പിൽ നടക്കാൻ പറ്റത്തില്ല. നീറ് ശരിക്കും എന്നെ വീട്ടിൽ വിളിക്കുന്നവർ മോനായി എന്നാണ്. അപ്പം മോനായി എന്ന് വിളിക്കുമ്പോൾ അതിനെ നീറ് മോനായി എന്നാണ് എൻ്റെ വീട്ടുകാർ കളിയാക്കി വിളിക്കുന്നത്. നീറിൻ്റെ സ്വഭാവമാണ് പറയണേ. പിടിച്ചോടം കൊണ്ട് പോകുന്നു. അപ്പോൾ എന്നെ അങ്ങനെ പറഞ്ഞാണ് എന്നെ വീട്ടുകാരനെ കളിയാക്കുന്നത്. അപ്പം നീറ് മോനായി എന്നാണ് എന്നെ വിളിക്കാറ്. അപ്പം നീറിനെ കണ്ട് കാണിച്ചു തന്നാണ്. അപ്പം എൻ്റെ വുഡ്ബി ആണെങ്കിൽ എവിടെ ഈ നീറിൻ്റെ ഫോട്ടോ നീറിനെ കണ്ടാലും എനിക്ക് അയച്ചു തരും. എന്നിട്ട് പറയും, നിൻ്റെ കുടുംബക്കാർ ഇവിടെ ഉണ്ടടി എന്ന് പറയും. അത് നീറിൻ്റെ സ്വഭാവമാണെന്നാണ് എന്നെ പറയാറ്. ഓക്കെ. അപ്പോൾ പയറ് പറിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ മമ്മി. അപ്പോൾ ഇന്ന് രാവിലെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. കുറച്ച് പയറ് പറിക്കുക, അത് പൊളിച്ച് കറി വെക്കുക. ഇപ്പോൾ രാവിലെ പറമ്പിൽ ആസിഡൊക്കെ ഒഴിക്കാനുണ്ടായിരുന്നു റബ്ബറിനകത്ത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നിരുന്നപ്പോഴാണ് കറി വെക്കണമെങ്കിൽ പയറ് പറിക്കാം, ബാപ്പ വരാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ പയറ് പറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് പണ്ട് തൊട്ടേ കുറേ കൊല്ലം എനിക്ക് ഓർമ്മ വെച്ചപ്പോൾ തൊട്ട് ഈ പയർ ഇങ്ങനെ മാറി ഓരോ കൊല്ലവും ഇങ്ങനെ ഇട്ടുകൊണ്ട് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന പയറാണ്. ഇതിങ്ങനെ പൊളിച്ചിട്ട് മണിയും പിന്നെ കുറച്ച് മൂക്കാത്ത പയറുണ്ടാവും, അത് ഒടിച്ചും വെച്ച് തേങ്ങ അരച്ച് കറി വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ്. അതിന് മണി കഴിക്കാൻ തന്നെ ഭയങ്കര ടേസ്റ്റാണ്. അപ്പം ഇന്നത്തെ ദുഃഖ ശനിയാഴ്ച ഇന്നും കൂടി ഉണ്ടല്ലോ നോയമ്പ്. അപ്പോൾ അതുകൊണ്ട് ഒരു ദിവസവും കൂടി വേണം. അപ്പോൾ അതുകൊണ്ട് അത് പറിച്ച് കറി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം മമ്മി വീഡിയോ വെച്ചേക്കുന്ന കണ്ടില്ല. അപ്പോൾ അതാണ് നിന്നൊരു സ്റ്റക്കായത്. ഇപ്പം കിട്ടിയ പയർ ഇത്രയാണ്. അപ്പോൾ ഇനി ഇത് പൊളിക്കണം. അതാണ് ഇന്നത്തെ മെയിൻ പണി. ഇത് പൊളിക്കാനിരുന്ന ഒരു 1.5 മണിക്കൂർ പോക്കാണ് ഒരു ദിവസത്തെ. കറി വെക്കണമെങ്കിൽ അത്രയും പാടാം. അപ്പോൾ ഞാൻ മമ്മിയും കൂടെ ഇരുന്ന് പൊളിക്കുന്നതാണ്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് നാട്ടുവിശേഷമുണ്ട്, നാട്ടുകാരുടെ പരിദൂഷണമുണ്ട്, എല്ലാം ഉണ്ട്. വീട്ടുകാരെക്കുറിച്ച് പറയുന്നുണ്ട്, മക്കളെക്കുറിച്ച് പറയുന്നുണ്ട്. മമ്മിക്ക് എന്നെ കൂടാതെ 2 മക്കളും കൂടെ ഉണ്ട്. എനിക്ക് 2 ചേച്ചിമാരും കൂടെ ഉണ്ട്. അപ്പോൾ അവരുടെ വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ 3 പെൺമക്കളാണ്. അതിൽ ഏറ്റവും ഇളയ സന്താനമാണ് ഞാൻ. അപ്പോൾ ഞാനിപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ട്. ബാക്കി 2 പേര് വീട്ടിലില്ല. അപ്പോൾ മൂത്ത ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞു, 2ാമത്തെ ചേച്ചി ഇറ്റലിയിലാണ്. അവരുടെ വിശേഷമൊക്കെ പറിച്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.